പയ്യന്നൂര് കണ്ണൂരെല്ലാം കൂടുതൽ കോട്ടകൾ എല്ലാം കോട്ടകളാണ്. എനിക്ക് ഇതുവരെ ശക്തമായ ഒരു മത്സരം കണ്ടിട്ടില്ല. ഒന്നുകിൽ അത് UDF വേണ്ടി ഫുൾ ഇതിലായിരിക്കും, അല്ലെങ്കിൽ LDF. എന്തായാലും പയ്യന്നൂർ മണ്ഡലം എന്ന് വെച്ചാൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 6 പഞ്ചായത്തും ചേർന്ന് 7 ലോക്കൽ ബോഡി ചേർന്നാണ് പയ്യന്നൂർ മണ്ഡലം. പയ്യന്നൂർ മണ്ഡലത്തിൽ LDF വീണ്ടും കുത്തകയാണ്. 84,000 വോട്ട്, 55%, പകുതി കൂടുതൽ ഇപ്പോഴും ഉണ്ട് അവിടെ വോട്ട്. UDF 33.7, 51,307 വോട്ട്. അതേഴ്സ് 9,000 വോട്ട്. BJP വളരെ ശുഷ്കമാണ്, 5-ലും താഴെയാണ്, 4.9% ഉള്ളൂ, 7,468 വോട്ട്. അപ്പൊ എന്തായാലും LDF 112 മെമ്പർമാരുള്ളപ്പോൾ UDF 37 പേരേ ഉള്ളൂ, അതേഴ്സ് 4 പേരേ ഉള്ളൂ. വൈകുന്നേരം ഒരു സ്ട്രോങ് കോട്ടയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ പഴയ ഇലക്ഷൻ ട്രെൻഡുകളൊക്കെ നോക്കാം. പയ്യന്നൂര് 2011 CPM നിലനിർത്തി. CPMന്റെ സീറ്റാണ് 2011 C കൃഷ്ണൻ. 2016 ആയപ്പോൾ അദ്ദേഹം തന്നെ CPM നിലനിർത്തി, LDF നിലനിർത്തി. കോൺഗ്രസും 2021 പുതിയ സ്ഥാനാർത്ഥി TI മധുസൂദനൻ, അദ്ദേഹം കോൺഗ്രസ് LDF ആ മണ്ഡലം നിലനിർത്തി. അപ്പോഴും 43,000 വോട്ടും 93,000, 50,000 വോട്ടിന്റെ വ്യത്യാസമാണ്. അപ്പൊ ഇത്തവണ അദ്ദേഹം സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത്. പിന്നെ UDFന്റെ V കുഞ്ഞികൃഷ്ണനാണ് മത്സരിക്കുന്നത്. BJP AP ഗംഗാധരൻ. ഇപ്പൊ എന്തായാലും കണ്ണൂരിന്റെ പെട്ടെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ 84,000 വോട്ടുണ്ട്, 55% വോട്ട് ലോക്കൽ ബോഡിയിലുണ്ട്, 112 വോട്ട്. LDF മെമ്പർമാരുണ്ട്, 300 മെമ്പർമാരുള്ള UDF. എന്തായാലും LDF അത് നിലനിർത്ത്. പയ്യന്നൂര് LDF ഈസി വിന്നായിരിക്കും. UDF കുറച്ച് വോട്ട് കൂട്ടാം, വോട്ട് കൂട്ടി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും. 60,000 വരെയൊക്കെ വോട്ട് കൂട്ടാമെന്നല്ലാണ്ട് എന്തായാലും ഫസ്റ്റ് പ്ലേസ് LDF ഈസി വിന്നായിട്ടാണ് പയ്യന്നൂര് എടുക്കുന്നതാണ് എൻ്റെ അനാലിസിസ്.